ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഉടമസ്ഥതയിലുള്ള വീടിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പലയിടങ്ങളിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ആ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ ഓഫീസിലോ ഒന്നും ഇനി പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഈ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നാൽ അത് നമുക്ക് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതും എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് LSG കേരളയുടെ വെബ്സൈറ്റാണ് വിസിറ്റ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണ്, പഞ്ചായത്താണോ കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചായത്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് എന്നുള്ളത് ഈ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു മെനു ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ നാലാമതായിട്ട് കാണുന്ന ഓപ്ഷൻ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാർഡ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാർഡ് നമ്പർ, വീട്ട് നമ്പർ, അതുപോലെ തന്നെ സബ് നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ ഇത്തരത്തിൽ ഫെച്ച് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഇവിടെ ഓണറിൻ്റെ നെയിമിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടി സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം താഴെയായിട്ട് കാണുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ പേജിൽ നമ്മൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കാരണം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ കുറേ റീസൺസ് നൽകിയിട്ടുണ്ടാകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റീസൺസ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് എവിടെയാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേരിൽ ടാക്സ് ഡ്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ടാക്സ് കുടിശ്ശിക ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ പെൻഡിങ് ടാക്സ് ഡ്യൂവും സെറ്റിൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു എറർ മെസ്സേജ് ആയിരിക്കും ലഭിക്കുന്നത്. പ്രോപ്പർട്ടി ടാക്സ് എങ്ങനെയാണ് ഓൺലൈനിലൂടെ പേ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് എങ്ങനെയാണ് പ്രോപ്പർട്ടി ടാക്സിൻ്റെ പേയ്മെൻറ്റ് റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ഈ വെബ്സൈറ്റിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ ഇടത്ത് വശത്ത് താഴെയായിട്ട് കാണുന്ന ക്വിക്ക് പേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ നൽകിയ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വെബ്സൈറ്റിലെ ക്വിക്ക് പേ ഫെസിലിറ്റി വഴി നമ്മൾ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ഇത്തരത്തിൽ കാണിക്കുന്നതാണ്. അതിൻ്റെ സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വർഷത്തെ പ്രോപ്പർട്ടി ടാക്സിൻ്റെ റെസിപ്റ്റ് ആണോ വേണ്ടത് അതിന് നേരെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ PDF ഫോർമാറ്റിലുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടി ടാക്സിൻ്റെ റെസിപ്റ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കോ മൊബൈലിലേക്കോ ഇത്തരത്തിൽ ഡൗൺലോഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.